GM എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു പോസ്റ്റാണ്, ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തത്തിനോട് ശരിക്കും ശ്രദ്ധ കൊടുക്കാനും അല്ലെങ്കിൽ അതിനോട് കൂടുതൽ ഇഴുകിച്ചേരാനൊക്കെ സാറിന് പറ്റിയിരുന്നു ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ? ഞാൻ വരുമ്പോൾ ഇവിടെ ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 3 പേരാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതിൽ 4മതായിട്ട് അത് ഹെഡ് ചെയ്യാൻ വന്നപ്പോൾ ബേസിക് ഫൗണ്ടേഷൻ്റെ ആ എർത്ത് വർക്ക് ആണ് ആ സമയങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കാലഘട്ടം മുതൽ ഇതുവരെയും ഉള്ള ആ സ്റ്റേജസ് ഡേ ബൈ ഡേ അവർ ബൈ അവർ അതിൻ്റെ കൂടെ തന്നെ ട്രാവൽ ചെയ്തത് കൊണ്ട് നമ്മുടെ ആ ഒരു ഫോർമേഷൻ ഫുള്ള് അതിൻ്റെ കൂടെ ഉണ്ട്. ആ സമയം കാലം മുതലേ ആ ബിസിനസ്സിലുണ്ടാകുന്ന കാര്യങ്ങൾ അല്ലെ ഫ്യൂച്ചർ ബിസിനസ്സിനുള്ള സ്കോപ്പുകൾ, പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ബൈ ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് പിന്നീട് ആ ഡെസിഗ്നേഷൻ ചേഞ്ചസ് ഒരിക്കലും നമ്മളുടെ എൻ്റെ ഒരു വർക്കിൽ അഫക്റ്റ് ചെയ്തിട്ടില്ല. ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം അബാദ് ഫുഡ്സിലെ GM എന്നുള്ള ഒരു സ്ഥാനത്തിനെ കുറിച്ചും സാറിൻ്റെ മെക്ഡൊണാൾഡ്സിലെ ജോലിനെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും പ്രേക്ഷകർക്ക് പലർക്കും ഉള്ള ഒരു ഡൗട്ട് ആയിരിക്കുള്ളൂ, അബാദ് ഫുഡ്സ് എന്ന് പറയുന്നത് അബാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ കമ്പനിയുടെ ഭാഗമാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. ആ ഡൗട്ട് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ക്ലിയർ ചെയ്ത് കൊടുക്കാവോ? നല്ലൊരു ക്വസ്റ്റ്യനാണ്. അബാദ് എന്ന് പറയുന്നത് വലിയൊരു അംബ്രല്ല ബ്രാൻഡാണ്. അത് കേരളത്തിൽ നിന്നല്ല, സൗത്ത് ഇന്ത്യയിൽ തന്നെ എക്സ്പോർട്ട് മാർക്കറ്റുകളിലാണെങ്കിലും റിലയബിലിറ്റിക്കും അതുപോലെ തന്നെ കൺസിസ്റ്റൻസിക്കും ക്വാളിറ്റിക്കും പേര് കേട്ട ഒരു മേജർ ബ്രാൻഡാണ്. അപ്പോൾ ആ അബാദിൻ്റെ ഗുഡ് വില്ലിലാണ് അബാദ് ഫുഡ്സ് എന്ന് പറയുന്ന ഞാൻ ഹെഡ് ചെയ്യുന്ന കമ്പനിയുടെ ഗ്രോത്തും അതിൻ്റെ എല്ലാ ഡെവലപ്മെൻറ്റും. അപ്പോൾ അബാദിന് തന്നെ അബാദ് ഗ്രൂപ്പിൽ ആണ് അബാദ് ബിൽഡേഴ്സ്, അബാദ് ഹോട്ടൽസ്, അബാദ് ഫിഷറീസ്, ഇത്രയും 3 സെഗ്മെൻ്റാണ്. അബാദ് ഫിഷറീസ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി അത് എക്സ്പോർട്ട് കമ്പനിയാണ്. അതിൻ്റെ ഒരു ഡൊമസ്റ്റിക് സെയിൽസ് ഡിവിഷനാണ് അബാദ് ഫുഡ്സ്. അതായത് അബാദ് റിസോർട്ട്സ്, അബാദ് ബിൽഡേഴ്സ് ആൻഡ് അബാദ് ഫിഷറീസ്. അബാദ് ഫിഷറീസിൽ വരുന്നൊരു ശാഖ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കുട്ടി അബാദ് ഫുഡ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്, അബാദ് ഫുഡ്സിൻ്റെ ആ ഒരു മേഖല അല്ലേ? തീർച്ചയായിട്ടും. അത് അബാദ് ഫുഡ്സ് ഇന്ത്യൻ മാർക്കറ്റിലെ സപ്ലൈ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിനുണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളിപ്പോൾ എക്സ്പോർട്ട് മാത്രം ചെയ്യുന്ന, എക്സ്പോർട്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന, എല്ലാ സ്പെസിഫിക്കേഷൻസും ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും ഓഡിറ്റ് റിക്വയർമെൻറ്റ്സും ഫുൾഫിൽ ചെയ്യുന്ന ഫാക്ടറികളിലാണ് ഈ അബാദ് ഫുഡ്സിന് വേണ്ടി നമ്മൾ ഇവിടെയുള്ള ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലേക്കും ഒക്കെ സപ്ലൈ ചെയ്യാനുള്ള സാധനങ്ങളും പ്രിപ്പറേഷൻ എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ആ എൻ്റയർ ഫെസിലിറ്റിയുടെ ക്വാളിറ്റി നമ്മുടെ ഓരോ പ്രോഡക്റ്റിനും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ അബാദ് ഫുഡ്സിൻ്റെ ആ ഒരു എക്സ്പോർട്ട് അല്ലെ വേൾഡ് ക്ലാസ് ഫുഡ് പ്രോഡക്ട്സ് എന്നുള്ള ഒരു ക്യാപ്ഷനാണ് ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളത്. ആ ഒരു സ്റ്റാൻഡേർഡ് പ്രീമിയം ക്വാളിറ്റി. കറക്റ്റ് സാർ, അപ്പം അബാദ് ഫിഷറീസിന്റെ ഒരു ശാഖയാണ് അബാദ് ഫുഡ്സ് എന്ന് പറയുന്നത്. അപ്പം അബാദ് ഫുഡ്സിൽ എത്രത്തോളം പ്രോഡക്ട്സ് ഉണ്ട്, ഏതൊക്കെയാണ് പ്രോഡക്ട്സ്? അബാദ് ഫുഡ്സിൽ മെയിനായിട്ട് അബാദ് ഫുഡ്സ് എന്ന് പറയുന്നത് 100% റെഡി ടു കുക്ക് പ്രോഡക്ട്സ് ആണ്. അതിൽ നമ്മളിപ്പോൾ ഫിഷിൻ്റെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഹോൾ ഫിഷ്, അത് ക്ലീൻഡ് കട്ട് റെഡി ടു കുക്കാണ്. കംപ്ലീറ്റ് അതിൻ്റെ ഗട്ട്, ഹെഡ്, ടെയില് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറി. ഇപ്പോൾ കറി കട്ട്സൊക്കെ ആണെങ്കിൽ ബോൺലെസ് സ്കിൻലെസ് കറി കട്ടുകൾ, ഇങ്ങനെയുള്ള യൂസ് ചെയ്യാൻ പാകമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് അബാദ് ഫുഡ്സിൻ്റെ എൻ്റയർ പ്രോഡക്റ്റ്. അപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സീ ഫുഡ് ബേസ്ഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണെങ്കിൽ അത് ക്ലീൻഡ് ഫിഷ്, ക്ലീൻഡ് പ്രോൺസ്, ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ സ്ക്വിഡ്, ഒക്ടോപ്പസ്, കട്ടിൽ ഫിഷ്, ലോബ്സ്റ്റർ, ഇങ്ങനെയൊക്കെയുള്ള റെയറായിട്ടുള്ള എക്സോട്ടിക് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ആയി വരുമ്പോൾ ഈ പ്രോഡക്റ്റ് സപ്ലൈ വി കനോട്ട് റെസ്ട്രിക്ട് ടു ദ സീ ഫുഡ് വെറൈറ്റീസ്. അങ്ങനെ വന്നപ്പോൾ നമ്മൾ പൗൾട്രി സ്റ്റാർട്ട് ചെയ്തു. അതായത് ചിക്കൻ, ഡക്ക് അങ്ങനെയുള്ള പ്രോഡക്റ്റുകളിലേക്ക് പ്രോഡക്റ്റ് അഡീഷൻസ് ഉണ്ടായിരുന്നു. അതുകൂടാതെ മീറ്റ് ഉണ്ടായിരുന്നു, മട്ടൺ, ഫല്ലോ അങ്ങനെയുള്ള മീറ്റ് പ്രോഡക്ട്സുകൾ ആഡ് ചെയ്തു. പിന്നെ വെജിറ്റബിൾസ് നമ്മളുടെ ഹൊറേക്ക ബിസിനസ്സിൽ ഹോട്ടൽ, കാറ്ററിംഗ്, റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രികളിലെല്ലാം ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടായിരുന്നു. ഗ്രീൻ പീസ്, സ്വീറ്റ് കോൺ, മിക്സ് വെജ്, ബ്രോക്കോളി, സ്പിനാച്ച്, ഇങ്ങനെയുള്ള ഫ്രോസൺ പ്രോഡക്റ്റുകളാണ് നമ്മളുടെ 99% സെയിൽസും ഫ്രോസൺ പ്രോഡക്റ്റുകളാണ്. ആ പ്രോഡക്റ്റുകൾ ആഡായി. അപ്പോൾ വെജിറ്റബിൾ കാറ്റഗറി ആയി. പിന്നെ ഞങ്ങളുടെ റെഡി ടു ഫ്രൈ എന്ന് പറയുന്ന ഒരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിനുവേണ്ടി അബാദ് എക്സ്പോർട്സ് ഒരു ഫാക്ടറി ഞങ്ങൾക്കായിട്ട് വിട്ടു തന്നു. അത് കൊച്ചിയിൽ മാലിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഈ കട്ട്ലറ്റ്, നഗറ്റ്സ്, ഇങ്ങനെയുള്ള സമോസ, ഇതുപോലെയുള്ള റെഡി ടു ഫ്രൈ പ്രോഡക്ട്സുകളുടെ ഒരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു കാറ്റഗറി ആയി. അതിൻ്റെ ഒപ്പം തന്നെ ഇന്ത്യൻ ബ്രെഡ്സ് എന്ന് പറഞ്ഞിട്ട് പൊറോട്ട, നമ്മളുടെ നാച്ചുറൽ ഹാൻഡ് മെയ്ഡ് മലബാർ പൊറോട്ട, വീറ്റ് പൊറോട്ട, കോയിൻ പൊറോട്ട,
നൂൽ പൊറോട്ട, ഇങ്ങനെയുള്ള ആ ഒരു പൊറോട്ടയുടെയൊക്കെ ഡിവിഷൻസ് എല്ലാം കൂടി ഇന്ത്യൻ ബ്രെഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. പിന്നെ പൊട്ടാറ്റോ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ്, അതുപോലെ തന്നെ പൊട്ടാറ്റോ വെഡ്ജസ്, ഹാഷ് ബ്രൗൺ, ഇങ്ങനെ ആ ഒരു റേഞ്ച് ഓഫ് പ്രോഡക്ട്സുകളുണ്ട്. പ്ലസ് ഡയറി പ്രോഡക്ട്സുകളുണ്ട്, പനീർ, ബട്ടർ, ഗീ, ഇതേപോലെയുള്ള ഡയറി പ്രോഡക്ട്സുകളുടെ ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ്, പൾപ്സ്, ഫ്രൂട്ട് പൾപ്പ് എന്ന് പറയുമ്പോൾ മാംഗോ പൾപ്പ് അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ട് പൾപ്പ്, ഇങ്ങനെയുള്ള ഒരു ഡിവിഷൻ ഉണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ട് ഈ ഗാർലിക് പേസ്റ്റ്, ഒനിയൻ പേസ്റ്റ്, ഫ്രൈഡ് ഒനിയൻ പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ്, ഇങ്ങനെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു ഡിവിഷൻ ഉണ്ട്. ഇത്രയൊക്കെ പ്രോഡക്റ്റ് കാറ്റഗറികൾ ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് വേണ്ട എല്ലാ പ്രോട്ടീൻ പ്രോഡക്ട്സുകളും നമ്മളിപ്പോൾ കവർ ചെയ്യുന്നുണ്ട്. അതായത് ഹോട്ടൽ ഇൻഡസ്ട്രി, കേറ്ററിംഗ് ഇൻഡസ്ട്രിയാലും അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള, ഒരു കിച്ചണിലേക്ക് ആവശ്യമുള്ള എല്ലാ ഫുഡ് പ്രോഡക്ട്സും, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ 750 ഫുഡ് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വാസ്റ്റ് ഏരിയ. അപ്പം അത്രയും ഫുഡ് പ്രോഡക്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനിയാണ് അബാദ് ഫുഡ്സ് എന്ന് പറയുന്നത്, അല്ലേ? അതായത് മെയിനായിട്ടും ഈ സാർ പറഞ്ഞിട്ടുള്ള ചിക്കൻ അല്ലെങ്കിൽ ഡക്ക്, ഫിഷ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ സീ ഫുഡ്സ് ആയിട്ടുള്ളതും എല്ലാ ടൈപ്പ് ഫുഡ് പ്രോഡക്ട്സും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈവൻ പൊറോട്ട അങ്ങനത്തെ ആ ഒരു സെക്ഷൻസും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നെഗേറ്റ്സ്, ആ ഒരു സെക്ഷൻസ് എല്ലാം അബാദ് ഫുഡ്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാർ ഒരുപാട് അബാദ് ഫുഡ്സിൻ്റെ വെറൈറ്റി ഓഫ് ഫുഡ് പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ്, ഇനി എത്ര ഡിവിഷൻസ് നമ്മുടെ അബാദ് ഫുഡ്സിനുണ്ട്? ഒന്ന് B2B ബിസിനസ്, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്, അങ്ങനെയുള്ള കാറ്റഗറിയിലേക്ക് പോകുന്ന സപ്ലൈകൾ. അത് അബാദ് ഫുഡ്സിൻ്റെ ഒരു 80% സെയിൽസ് കവർ ചെയ്യുന്ന ഡിവിഷനാണ്. പിന്നെ ബ്രില്ലാർ, സീസ്പാർക്കിൾ, ഇത് ഞങ്ങളുടെ മോഡേൺ ട്രേഡിലേക്കുള്ള റീറ്റെയിൽ ബ്രാൻഡ്സ് ആണ്. മോഡേൺ ട്രേഡ്, ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, കേരളത്തിലെ ലീഡിംഗ് ബ്രാൻഡാണ് ബ്രില്ലാർ. അത് 5 വർഷത്തെ ബിസിനസ് കൊണ്ട്, അല്ലെ 5 വർഷമായിട്ടുള്ള ബ്രില്ലാർ ബ്രാൻഡ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ആയിട്ട്. എനിക്ക് തോന്നുന്നത് ബ്രില്ലാർ എന്നുള്ള പേരിലാണ് കൂടുതലും ആൾക്കാർ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അബാദ് ഫുഡ്സിന്റെ പ്രോഡക്ട്സ് കാണുന്നതെന്ന് തോന്നുന്നു, അല്ലേ? ഉറപ്പായിട്ടും. അതായത് റീറ്റെയിൽ ഡിവിഷൻ ഈ ബ്രില്ലാർ, സീസ്പാർക്കിൾ, ഈ ബ്രാൻഡുകൾക്കേ ഉള്ളൂ. അപ്പോൾ അത് ഈ ബ്രില്ലാർ ബ്രാൻഡിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം, വലിയ മാർക്കറ്റിങ്ങിൻ്റെ സപ്പോർട്ടുകളോ അല്ലെ മാർക്കറ്റിംഗ് ഇവൻറ്റ്സോ എഫർട്ടോ ഒന്നുമില്ലാതെ പ്രോഡക്റ്റ് ക്വാളിറ്റി കൊണ്ടും പ്രോപ്പർ സർവീസ് കൊണ്ടും മാത്രം ഡെവലപ്പായ ഏറ്റവും കൂടുതൽ നമ്പർ 1 ബ്രാൻഡായിട്ട് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് ബ്രില്ലാറാണ്. അത് നെസ്റ്റോ, ലുലു, ഇതേപോലെയുള്ള വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ, ഓൾമോസ്റ്റ് 1100+ ഹൈപ്പർ സൂപ്പർ മാർക്കറ്റുകളിൽ കേരളത്തിൽ ബ്രില്ലാർ ബ്രാൻഡ് അവൈലബിളാണ്. ബ്രില്ലാർ, സീസ്പാർക്കിൾ എന്ന് കൂടാതെ ഫ്രഷ് ഡിവിഷന് വേണ്ടി മാത്രം ഞങ്ങൾക്ക് ഒരു ബ്രാൻഡുണ്ട്. അതാണ് വൈൽഡ് ഫിഷ് എന്ന് പറയുന്നത്. ഇനീഷ്യലി അത് സ്റ്റാർട്ട് ചെയ്തത് സീ ഫുഡ് ബേസ്ഡ് ആയിട്ട് മാത്രമായിരുന്നു. പിന്നീട് ഞങ്ങൾ അതിൻ്റെ ക്യാപ്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് സീ ഫുഡ് ആൻഡ് മോർ എന്ന് പറഞ്ഞ് ആഡ് ചെയ്ത് ഇപ്പോൾ അതിൽ പൗൾട്രി, മീറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അതിന് 2 ഷോപ്പുണ്ട്. ഒന്ന് ന്യൂക്ലിയസ് മാളിൽ ഒരു വൈൽഡ് ഫിഷിൻ്റെ ഷോപ്പുണ്ട്. പിന്നെ അബാദ് ചുള്ളിക്കൽ ഹോട്ടലിൻ്റെ താഴെ ഒരു അബാദ് വൈൽഡ് ഫിഷിൻ്റെ ഷോപ്പുണ്ട്. ഇത് രണ്ടും റീറ്റെയിൽ പ്രോഡക്ട്സുകൾ വീടുകളിലേക്ക് ഹോം ഡെലിവറി ഉണ്ട്. അതുപോലെ തന്നെ എറണാകുളം, തൃശ്ശൂർ, ആലപ്പി, കോട്ടയം, ഇത്രയും സ്ഥലങ്ങളിലേക്കുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറികളും ഉണ്ട്. റെസ്റ്റോറൻറ്റ്, ഹോട്ടൽസിലേക്കൊക്കെ ഫ്രഷ് മെറ്റീരിയൽ തന്നെ എടുക്കുന്ന ആളുകൾക്ക്. അപ്പോൾ ഫ്രഷ് എന്ന് പറഞ്ഞാൽ അത് സീസണലാണ്. ആ സമയങ്ങളിലെല്ലാം ആ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ഡിവിഷനാണ് വൈൽഡ് ഫിഷ്. അത് 2015 സ്റ്റാർട്ട് ചെയ്തതാണ്. സർ, അതുപോലെ അബാദ് ഫുഡ്സിൻ്റെ ഈ ഫുഡ് പ്രോഡക്റ്റ് എല്ലാം ഏതെല്ലാം മേഖലകളിലേക്കാണ് എത്തുന്നത്? അബാദ് ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്തത് ഹോട്ടൽസിലേക്കുള്ള സപ്ലൈകൾക്കാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അബാദ് ഹോട്ടൽസ്. അബാദിന് തന്നെ 14 ഹോട്ടൽസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു സപ്ലൈയാണ് തുടങ്ങിയത്. ആദ്യം അങ്ങോട്ട് തന്നെ കൊടുത്തു തുടങ്ങി, അല്ലേ? പിന്നെ ശരിക്കും അതാണോ ആദ്യം വന്നിട്ടുള്ള എൻക്വയറി എന്ന് പറഞ്ഞാൽ? അങ്ങനെയല്ല, നമ്മൾ ആ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത്രയും ഹോട്ടൽ, ഇപ്പോൾ അത്രയും ഹോട്ടൽ ശൃംഖലകളുള്ള ഓൺ ഫാക്ടറിയിൽ നിന്ന് ഓൺ പ്രോഡക്റ്റ്, ഏറ്റവും ക്വാളിറ്റി ഗ്യാരണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ അത് ആ ഒരു പ്രോഡക്റ്റുകൾ കംപ്ലീറ്റ് സോഴ്സ് ചെയ്തിരുന്നത് നമ്മളുടെ അടുത്ത് നിന്ന് തന്നെയാണ് അവർ. അങ്ങനെ അബാദ് ഹോട്ടൽസിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് അത് നമ്മൾക്ക് ടാജ്, മാരിയറ്റ്, മഹീന്ദ്ര, ഇങ്ങനെയുള്ള വലിയ വലിയ ഹോട്ടൽ ചെയിൻസിൽ നിന്നെല്ലാം റിക്വയർമെൻറ്റ് വന്നു. അങ്ങനെ ഹോട്ടലുകൾ, പിന്നെ കാറ്ററിംഗ് ഡിവിഷൻസ്, അതായത് കേരളത്തിൽ 2500-3000ഓളം രജിസ്റ്റേർഡ് കാറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാറ്ററിംഗ് ഡിവിഷനുകളിലേക്കുള്ള സെയിൽസ് റിക്വയർമെൻറ്റ്, ഇവരെല്ലാവരും നേരത്തെ പലപ്പോഴും മാർക്കറ്റുകളിൽ പോയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തിരുന്ന അങ്ങനെയുള്ള ഫിഷുകളാണ്. ഈ കാറ്ററിംഗ് സെഗ്മെൻറ്റിലേക്ക് മാറി റെസ്റ്റോറൻറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതുകൂടാണ്ട് പിന്നീട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻറ്റീൻസ്, അത് ഹോസ്പിറ്റലുകളുടെ ആവാം, സ്കൂളുകളുടെ ആവാം, കോളേജുകളുടെ ആവാം,
അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ക്യാൻറ്റീൻസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ കാറ്റേഴ്സ് ഉണ്ട്, വലിയ വലിയ കമ്പനികളുണ്ട്. അപ്പോൾ ആ കമ്പനികളുടെ ക്യാൻറ്റീനുകളിലേക്കുള്ള സപ്ലൈ ഉണ്ട്. പിന്നെ ഫ്ലൈറ്റ് കാറ്ററിങ് ഇപ്പോൾ നമ്മൾ മേജറായിട്ടുള്ള സൗത്ത് ഇന്ത്യയിൽ നിന്ന് ചെയ്യുന്ന എല്ലാ ഫ്ലൈറ്റ് കാറ്ററിങ് കമ്പനികളിലേക്കും നമ്മൾക്ക് സപ്ലൈ ഉണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് കാറ്ററിങ് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ക്യാൻറ്റീൻസ് ഇപ്പോൾ മെയിൻ എറണാകുളത്തെ എല്ലാം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലെല്ലാം നമ്മൾക്ക് സപ്ലൈ ഉള്ളത്.